എല്ലാവർക്കും അറിയാം. ഞാൻ പേസ്ട്രി ഷെഫാണ്. 5-6 വർഷമായിട്ട് ബേക്കിംഗ് ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് മൈ സ്പേസ്, ദ ബോക്സ്. അപ്പം സത്യം ബോക്സ് കാണിക്കേണ്ടി തരുന്നത് ഞാനൊരു 1.5 വർഷമായിട്ട് ചെറുതായിട്ട് റീൽസൊക്കെ എടുക്കും, വോയിസ് ഓവേഴ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും പിന്നെ ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത എല്ലാവർക്കും ചാനൽ ഉണ്ടല്ലോ, ഇത് നിനക്ക് ഒന്നും തുടങ്ങിക്കൂടെ, ഏതാനും ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് അവരോട് ഞാൻ പറയുന്നത് തരുന്നത് ഇപ്പം എനിക്ക് പറ്റിയ പരിപാടിയാണെന്ന് എനിക്ക് അറിയില്ല. ബേക്ക് ചെയ്യാൻ ഇഷ്ടമാണേ ഉള്ളൂ. ബാക്കി ഈ വീഡിയോ എടുക്കുന്ന പരിപാടി, ക്യാമറ നോക്കി സംസാരിക്കണം, ഇതൊക്കെ നല്ല ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. ബേക്കിങ്ങിന് തന്നെ സമയം കിട്ടുന്നില്ല. അതിലൂടെ ഈ പരിപാടികൾ പോയ പിന്നെ എനിക്കറിയില്ല നിങ്ങളോട് എന്നാ പറയേണ്ടത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഡൂയിങ് ദിസ്. അതൊക്കെ എത്ര ടെൻഷനായിട്ട് ഇപ്പം രസം ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ ടെൻഷൻ ആക്കുമ്പോൾ പാക്കും. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും നമ്മൾ ഇൻഡിവിജ്വൽ. കാരണം ബേക്കിങ് ഭയങ്കര രസമാണ്, ഇഷ്ടംപോലെ ബ്ലൂഫേഴ്സാണ്. നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് കുറേ സാധനമൊക്കെ ഉണ്ടാക്കും, പക്ഷേ എൻ്റെ റിസൾട്ട് നല്ല രസമുണ്ടാവും ചില സമയത്തൊക്കെ. സോ ബേക്കിങ് പഠിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് എന്നാണെങ്കിലും എൻ്റെ കൂടെ കൂടാം. ഞാൻ കാണിക്കുന്ന മറ്റു കാണാൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ഈ കൊച്ചിയിലെ മോഡേൺ ബ്രെഡ്സിൻ്റെ ഒരു രൂപ നല്ല സ്മെല്ല് വരാറുണ്ട്. അന്നോട്ടുള്ള എൻ്റെ ആഗ്രഹം ബ്രെഡ് ഉണ്ടായിട്ടുണ്ട്. സോ കേക്ക്സ് പോലെ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബ്രെഡ്സ്. മുമ്പേ നമ്മൾ കണ്ടത് ബ്രെഡിൻ്റെ ഡോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്കിയെന്നൊക്കെ എനിക്ക് ഭയങ്കര പഠിക്കാം കേട്ടോ. നമ്മളെ ഇപ്പം ബോൾ ചെയ്ത് വെച്ച് ബ്രെഡ്സ് കുക്ക് ചെയ്യാൻ പറ്റാൻ പോകും. അപ്പം അത് ഡ്രൈ ആയി പോകുന്നത് കുറച്ച് വാഷ് ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ബേക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങിയൊരു സമയത്ത് ശരിക്കും എനിക്ക് ഉണ്ടായ ഒരു നീഡാണ് സ്വന്തമായിട്ടൊരു കിച്ചൺ. ബിക്കോസ് സ്പേസ് കുറവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്കൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു 3 വർഷം കത്തുമ്പോൾ കിട്ടിയ സ്ഥലമാണ് ഈ ഒരു ബ്ലോക്ക് കിച്ചൺ. ഇപ്പം ഞാനിങ്ങനെ ഓർക്കും, നമ്മൾ ഈ കോവിഡൊക്കെ എന്ന സമയത്ത് എപ്പോഴും യൂട്യൂബ് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നു. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബേക്ക് ചെയ്യാവുന്ന കുക്ക് ചെയ്യാൻ പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ബേക്ക് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെപ്പോഴും എല്ലാവരും തട്ടിക്കൂട്ടി ആയിട്ട് എങ്ങനെയൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് നമുക്കൊരു പെർഫെക്റ്റ് റിസൾട്ട് ഒന്നും കിട്ടത്തുമില്ലല്ലോ. ചിലപ്പം കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ബേക്കായത് കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ടെക്സ്ചർ കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിൽ എത്രയാണെങ്കിലും ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പം എൻ്റെ ഒരു കിച്ചൺ തുടങ്ങാന്ന് പറയുന്നൊരു സംഭവം വന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് അങ്ങനെ നല്ലതായിട്ട് ബേക്ക് ചെയ്യണം എന്നുള്ള എല്ലാവർക്കും ഉള്ള സ്പേസ്. ഇപ്പോൾ നമ്മൾ ടീച്ചർ ഉണ്ടാകത്തില്ല, നമ്മൾ ചിലപ്പോൾ ഹാൻഡ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേണ്ട എൻ്റെ എക്യുപ്മെന്റ്സ് കാണത്തില്ല. അങ്ങനെയല്ല, നല്ലൊരു ഓവൻ കാണത്തില്ലായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എല്ലാ എക്യുപ്മെന്റ്സും ഉള്ള ഒരു സ്പേസിൽ ബേക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു കിച്ചൺ ബോക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ആക്കാം. ഹൂ വാണ്ട്സ് ടു ബേക്ക് കം ഹിയർ ആൻഡ് എക്സ്പെക്ട് ടു. നമ്മുടെ ബ്രെഡിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചാലോ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഈ ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ടൈം, ടെമ്പറേച്ചർ. ഇത് രണ്ട് സെറ്റായാലേ നമുക്ക് നല്ല സോഫ്റ്റ് ബർന്ന് കിട്ടുമോ. ഓക്കെ, അതും ഓൾറെഡി ഞാൻ എപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചാൽ ഇപ്പം ഞാൻ ചോദിക്കും ബ്ലൗസിലാണ് മറന്നു പോവും. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന സ്ഥലം, ബേക്ക് ഔട്ട് കിച്ചൻ്റെ മെയിൻ കിച്ചൺ. എനിക്ക് ഈ കിച്ചണിൽ ഇഷ്ടപ്പെട്ട കുറേ സ്പോട്ടുണ്ട്. സത്യത്തിലൊരു ഫേവറേറ്റ് സ്പോട്ടൊന്നും കാണിച്ചു തരാനൊക്കെ പറഞ്ഞാൽ എല്ലാ സ്പോട്ടിനും ഞാൻ ഓരോരോ സ്റ്റോറീസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര വലിയ കിച്ചൺ കൊണ്ടുപോകണ കാര്യമൊന്നും പറ്റത്തില്ലായിരുന്നു, ഞാൻ എങ്ങനെ ഒഴിയാനാണ്. സോ ഇതാണ് എൻ്റെ ടീം. ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ കാണാനില്ല, എവിടെ പോയോ ഇനി തോന്നുന്നു അങ്ങനെ.
പിന്നെ ഇത് സ്പേസ് എന്താ പറയുമ്പോൾ ഞാൻ 5-6 വർഷമായിട്ട് ബേക്കിംഗ് തുടങ്ങിയില്ല. അപ്പം ആ 5-6 വർഷം ഞാൻ ഓടിച്ചിരുന്ന സാഹചര്യമാണ്. പിന്നെ മടുത്ത് തളിക്കുന്ന അറിയുന്നതുകൊണ്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കാറുണ്ട്. കുറച്ച് ഡിഗ്രി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വന്നപ്പം ഇവർക്ക് എന്നെ പോലെ ഒരു റെസ്റ്റ് വേണമല്ലോ. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഫേവറേറ്റ് കോൺസ്. പിന്നെ ഇതേപോലെ ഞാനെപ്പോഴും മാനിഫെസ്റ്റേഷനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ഒരു കാര്യം കിട്ടുമെന്ന് ഭയങ്കര കാര്യമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് കിട്ടും. സോ അതിൻ്റെ ബേസ് ആയിട്ട് ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു വേർഡ് കോഡാണ് മാർക്ക് 11-24. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചെയ്തു തന്നാണ്. സോ ഈ ഒരു സ്പേസും എൻ്റെ സെറ്റിട്ടാണ്. ആക്ച്വലി നമ്മുടെ ബാങ്കിലൊക്കെ വളരെ സെറ്റായിട്ട് വെക്കാൻ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ക്രീം ചീസ് ബാനില്ല, കുറേ ക്രീം ചീസ് ബാൻ. സോ ഇത് തണുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാം. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നാൽ ബ്രെഡ്സ് എല്ലാം തണുത്ത് വെക്കാം. ഇത് നമ്മളിനി കട്ട് ചെയ്യും, ഇതിലൊരു ക്രീം ചീസ് അല്ലെങ്കിൽ കൊടുക്കും, പിന്നെ ഒരു നൈസ് ബട്ടർ ഗ്ലേസ് ഒക്കെ ചെയ്ത് ഒരു ഫ്ലാഷ് ബേക്കിംഗ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൊറിയൻ ബ്രെഡ്സ് റെഡിയാവും. ഓക്കെ, നമ്മൾ നമ്മുടെ ബ്രെഡ് 4 കട്ട് ചെയ്ത് ഓക്കെ നമ്മൾ 3 ചെയ്യാൻ പോകണം. ദിസ് ഇസ് എ വെരി ടേസ്റ്റി യമ്മി ക്രീം ചീസ് ബേക്ക്. ക്രീം ചീസ് ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ് കൊറിയൻ ക്രീം ചീസ് ബ്രെഡ് കേട്ടോ. ഇറ്റ്സ് വെരി ഈസി ടു മീ. ഇങ്ങനെ ഈസി ആയിട്ടുള്ള ബ്രെഡ്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിഫോർ ഓക്കെ നമ്മുടെ ചാനൽ മിസ്സാക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ടീമിൽ ഒരാളുണ്ട് ഇവിടെ മുങ്ങി നടക്കുന്നത്. നമ്മൾ ബ്രെഡ് 4 കട്ട് ചെയ്തിട്ട് ഒരു ഭയങ്കര ടേസ്റ്റി യമ്മി ക്രീം ചീസ് ബ്രെഡ്. ക്രീം ചീസ് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു ബ്രെഡ് ഇഷ്ടപ്പെടും കേട്ടോ. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ആൻഡ് ഇഫ് യു വാണ്ട് ലേൺ ഹൗ ടു മേക്ക് ദീസ് സിമ്പിൾ ബ്രെഡ്സ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഓക്കെ മതി സെറ്റാണ്. ഇത് നമ്മുടെ കൊറിയൻ ക്രീം ചീസ് ബ്രെഡ് റെഡി ആയിട്ടോ. ഒരു 10 മിനിറ്റ് കൂളാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് വേണം, എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫണ്ണി വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ആൻഡ് ഓൾസോ who wants to visit Go Kitchen, who wants to bake with me, also അതിലൊരു മെസ്സേജ് ഇടുക, ഒരു ഹായ് ഇടുക. സോ നമുക്ക് കണക്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ ഇതൊരു ഫൺ സ്പേസ് ആണ്. ആൻഡ് there will be a lot of love, there will be a lot of emotions. So I think എല്ലാവരും എൻജോയ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ കാണുന്നതിന് വരെ ഇറ്റ്സ് മീ മറിയ ഫ്രം ദി ഗോ കിച്ചൺ.